അഡ്വക്കേറ്റ് വസന്തിലേക്ക് പോകാം. അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്. സ്വാഗതം വസന്ത്. ഇവിടെ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ വയനാട് കോൺഗ്രസിന് വലിയ നേട്ടം തന്നെയാണ്. ഭൂരിപക്ഷം വർദ്ധിക്കാൻ സാധിച്ചു. പാലക്കാട് സീറ്റ് നിലനിർത്തുകയും ചെയ്തു. കഴിഞ്ഞ തവണ ഷാഫിക്കുണ്ടായിരുന്നതിനേക്കാൾ വോട്ട് വർദ്ധിപ്പിച്ചു എന്നും പറയാം. പക്ഷേ ചേലക്കരയിൽ വലിയ മാറ്റം, വലിയ അട്ടിമറി ഇത്തവണ ഉണ്ടാകും എന്നാണ് കോൺഗ്രസ് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ നേതാക്കൾ കേന്ദ്രീകരിച്ച് ശക്തമായ പ്രചാരണമൊക്കെ തന്നെ നടത്തി. പക്ഷേ ചേലക്കരയിൽ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ, ഈ ഉപതെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് UDF നേടുമ്പോഴും ചേലക്കരയിൽ വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നതിനെ എങ്ങനെ കാണുന്നു അഡ്വക്കേറ്റ് വസന്ത്? അല്ല വിനോദ്, അത് വലിയൊരു പ്രശ്നമല്ല. കാരണം 1996 ശേഷം 20,000-ൽ കുറഞ്ഞൊരു ഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് ഈ പറയുന്ന ചേലക്കരയിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ മത്സരിക്കാൻ വരുമ്പോൾ ഇന്ന് ജയിച്ചിരിക്കുന്ന UR പ്രദീപ് അവിടെ MLA ആണ്. അദ്ദേഹം മാറിക്കൊടുക്കുന്നു. അങ്ങനെ മാറിക്കൊടുത്ത് കെ രാധാകൃഷ്ണൻ അവിടെ നിന്ന് മത്സരിക്കുന്നു, മന്ത്രിസഭയിലേക്ക് വരുന്നു. ആ സമയത്ത് രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം 39,400 വോട്ടാണ്. അതായത് 40,000 വോട്ടിന് 600 വോട്ട് മാത്രം കുറവ് നിന്നാണ് അദ്ദേഹം ജയിക്കുന്നത്. അതായത് പാലക്കാട്, തൃശ്ശൂര്, കോഴിക്കോട് ജില്ലകൾ എടുത്തു നോക്കിയാൽ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ സ്ഥലത്തെ പാലക്കാട്ടെ അല്ലെങ്കിൽ തൃശ്ശൂരിലെ ഒരു പാർട്ടി ഗ്രാമമായി നമുക്ക് രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരുപാട് പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കുത്തക കോട്ടയാണ് ചേലക്കര എന്നതിൽ സംശയം വേണ്ട. അത് അംഗീകരിച്ചു തന്നെയാണ് നമ്മൾ മത്സരിക്കുന്നത്. ആ സമയത്ത് നോക്കൂ, 12,000 വോട്ടിന്റെ ലീഡിലേക്ക്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ ഉണ്ടായ 40,000 വോട്ടിന്റെ ലീഡിൽ നിന്ന് 10,000-ൽ പരം വോട്ടുകളുടെ ലീഡിലേക്ക് 4-1 എത്തിക്കാൻ സാധിച്ചു എന്നത് വലിയ രാഷ്ട്രീയ വിജയമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. 1.5 വർഷങ്ങൾക്കപ്പുറത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയും ഞങ്ങൾക്കൊപ്പം ചേരും എന്നതിൽ യാതൊരു സംശയവും ഞങ്ങളെ സംബന്ധിച്ചില്ല. വലിയ രാഷ്ട്രീയ മുന്നേറ്റം തന്നെയാണ് അവിടെയും ഉണ്ടായതെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ വിനോദ് പറഞ്ഞതുപോലെ പാലക്കാട് ഞങ്ങൾ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുകയല്ലോ ഉണ്ടായത്, ഒരു സ്വിംഗ് സീറ്റ് ആയിരുന്നു. അത് അങ്ങ് അംഗീകരിക്കുമല്ലോ. ആദ്യം ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലീഡിന്റെ നില എന്ന് പറയുന്നത് ഏതാണ്ട് 10,000-ഓളം ലീഡാണ്. ആ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചതിന് ശേഷമാണ് പിന്നീട് ശ്രീധരൻ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. ശ്രീധരൻ സ്ഥാനാർത്ഥിയായി വരുന്നു. 3,000-ൽ ചില വോട്ടിന് മാത്രം ഞങ്ങൾ ജയിക്കുന്നു. അതായത് ജയം എന്ന് പറയുന്നത് ഒരു ആധികാരിക വിജയമല്ലാത്ത പ്രശ്നം അവിടെ ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം ഉണ്ടായിരുന്നു വിനോദ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കാൻ ഇറങ്ങുമ്പോഴേ ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങൾ പ്രവർത്തിച്ചത്, ഞങ്ങൾ കേന്ദ്രീകരിച്ചത് എങ്ങനെയെങ്കിലും ജയിക്കുക, എങ്ങനെയെങ്കിലും കടന്നുകൂടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആയിരുന്നില്ല. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ, തെരഞ്ഞെടുപ്പ് അജണ്ട തന്നെ ആധികാരികമായ ഒരു വിജയം എന്നുള്ളതാണ്. ഞാൻ മറ്റുള്ള പല ചാനലുകളിലും ജനത്തിലും അടക്കം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു 2ാം ഘട്ടം തൊട്ടേ കൃത്യമായി പറഞ്ഞിരുന്നു 15,000 വോട്ടിന്, മിനിമം 15,000 വോട്ടിന് രാഹുൽ മാങ്കൂട്ടം അവിടെ നിന്ന് ജയിക്കുമെന്ന്. ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത 20,000-ഓളം അടുത്തുള്ള വോട്ട് നൽകി ജനം ഞങ്ങളെ വിജയിപ്പിച്ചിരിക്കുകയാണ്. അതിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ആന്റി ഇൻകൺവൻസി, സംസ്ഥാന സർക്കാരിന് എതിരായ വലിയ ആന്റി ഇൻകൺവൻസി, അത് പാലക്കാട് വർക്കായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ LDF കാണിച്ചു കൂട്ടിയ അറപ്പുളവാക്കുന്ന, വെറുപ്പുളവാക്കുന്ന പ്രചരണ രീതി അത് നമ്മൾ കണ്ടാണല്ലോ. അറയ്ക്കുന്ന, വെറുക്കുന്ന, നാളെ ഏതെങ്കിലും പാഠപുസ്തകത്തിൽ എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ പാലക്കാട് CPM മത്സരിച്ചതുപോലെ എന്ന് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിൽ ഉള്ള പ്രചരണ രീതിയാണ് അവിടെ അവർ കൈക്കൊണ്ടത്. BJP ഒട്ടും പുറയിലായിരുന്നില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ CPM അഴിഞ്ഞാടുകയായിരുന്നു. എടുത്തുപയോഗിക്കാവുന്ന എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചു. ആ ആയുധങ്ങളെല്ലാം ജനം മടക്കി അവരുടെ പോക്കറ്റിൽ തന്നെ വെച്ചു കൊടുത്തു എന്നുള്ളതാണ് കാണുന്നത്. രണ്ടാമതായി ആന്റി ഇൻകൺവൻസി അവിടുത്തെ BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിക്ക് എതിരായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ. അതുകൊണ്ടാണല്ലോ മുനിസിപ്പാലിറ്റിയിൽ 6,000 വോട്ടിന് 4ാം ഘട്ടവും 5ാം ഘട്ടവും എണ്ണുമ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ശ്രീധരന്റെ തെരഞ്ഞെടുപ്പിനേക്കാൾ 4,000-ൽ പരം വോട്ടിന് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പിനേക്കാൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ അവിടെ ഏതാണ്ട് 600-ഉം 700-ഉം 1000-ഉം വോട്ടിന് ലീഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും 2 കക്ഷികൾക്കുമെതിരായ ആന്റി ഇൻകൺവൻസി അവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് അനുകൂലമായി എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി കോൺഗ്രസ് തുടക്കം തൊട്ടേ പറഞ്ഞിരുന്നു, രാഹുൽ ഗാന്ധിയേക്കാൾ ഭൂരിപക്ഷത്തിൽ പ്രിയങ്കയെ ഇത്തവണ ഞങ്ങൾ ലോക്സഭയിലേക്ക് അയക്കുമെന്ന്. അതും പൂർത്തീകരിച്ചു എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. ഇനി വിനോദിന്റെ ചോദ്യം, ചേലക്കരയിൽ ജയിക്കാനായില്ലല്ലോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, ജയിക്കാൻ സാധിച്ചില്ല എന്നുള്ള പ്രയാസം ഞങ്ങൾക്കുണ്ട്. അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ചേലക്കരയിൽ ജയിച്ചില്ല. ഞങ്ങളെ സംബന്ധിച്ച് ജയത്തോട് അടുത്തൊരു തോൽവിയാണെങ്കിൽ പോലും തോൽവി തന്നെയാണ്. അതിൽ 2-3 ഫാക്ടറുകളുണ്ട്. ഒന്ന്, ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ചേലക്കരയിലെ കമ്മ്യൂണിസ്റ്റുകളുടെ ഇടയിൽ, ഇടതുപക്ഷ ചിന്താഗതിക്കാരുടെ ഇടയിൽ
കടന്നു കയറി വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് അത് UDF-ലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. പക്ഷെ പാലക്കാട് അത് സാധിച്ചു. എന്തുകൊണ്ടാണ് ചേലക്കരയിൽ അത് സാധിക്കാത്തത് എന്ന് ചോദിച്ചാൽ, കെ രാധാകൃഷ്ണൻ മത്സരിക്കാൻ വരുമ്പോൾ പാർട്ടി തീരുമാന പ്രകാരം രാധാകൃഷ്ണൻ അവിടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ രാധാകൃഷ്ണന് വേണ്ടി മാറിക്കൊടുത്ത ആളാണ് UR പ്രദീപ് എന്നൊരു വികാരം അവിടുത്തെ CPM പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തവണ UR പ്രദീപ് മത്സരിക്കാൻ വരുമ്പോൾ ഒരു വൈകാരികമായ ഒരു വിഷയമായി അവിടുത്തെ CPM നേതൃത്വം അതിനെ എടുത്തു. പാർട്ടി സംസ്ഥാന സർക്കാരിനെതിരായ അവരുടെ വൈമുഖ്യവും ആഭിമുഖ്യമില്ലായ്മയും ഇഷ്ടമില്ലായ്മയും ആന്റി ഇൻകൺവെൻസിയും ഒക്കെ ഇടതുപക്ഷ പ്രവർത്തകർ മാറ്റിവെച്ചിട്ട് UR പ്രദീപ് എന്ന നേതാവിന് വേണ്ടി UR പ്രദീപ് എന്ന അവരുടെ കോമ്രേഡിന് വേണ്ടി വർക്ക് ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. രണ്ട്, അവിടെ DMK-യുടെ വോട്ടുകൾ, DMK സ്ഥാനാർത്ഥി ഞങ്ങളുടെ വോട്ടുകളിലും സ്പ്ലിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ രീതിയിലാണെങ്കിൽ പോലും സ്പ്ലിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഞങ്ങൾ ഈ പറയുന്ന 12,000-ലേക്ക് അവിടുത്തെ ലീഡ് കുറച്ചെങ്കിൽ സ്വാഭാവികമായും അടുത്ത തവണ കൃത്യമായ സംഘടനാ സംവിധാനത്തിലൂടെ മുമ്പോട്ട് പോയാൽ ചേലക്കരയിൽ വിജയിക്കാനാകും എന്നതിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല എന്നുള്ളതാണ്. ഇത് വളരെ കൃത്യമായി സംസ്ഥാന സർക്കാരിനെതിരായ, വളരെ കൃത്യമായി ഈ 3 തെരഞ്ഞെടുപ്പുകളുടെ ഫലം നൽകുന്നത് സംസ്ഥാന സർക്കാരിനെതിരായ ആന്റി ഇൻകൺവെൻസിയുടെ പീക്കിലാണ് ഈ സംസ്ഥാനം നിൽക്കുന്നത് എന്നുള്ള ഒരു മാറ്റൊലിയാണ്, എന്നുള്ളൊരു ദിശാസൂചികയാണ്. അത് കൂടുതൽ ഇനിയും മനസ്സിലാവാത്തവർക്ക് ഒരു 6-7 മാസം കഴിഞ്ഞ് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിന് 3-4 മാസങ്ങൾക്ക് അപ്പുറം വരാൻ പോകുന്ന 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മനസ്സിലാവും എന്ന് തോന്നുന്നു. അഡ്വക്കേറ്റ് വസന്ത വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കാരണം കേരളത്തിൽ നടന്ന 3 ഉപതെരഞ്ഞെടുപ്പിൽ 2 സീറ്റും UDF നിലനിർത്തിയതോടുകൂടി വസന്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരെ ഈ വിജയമുണ്ടാകുമെന്നുള്ള തൻ്റെ സ്വപ്നമാണ് ഈ ചർച്ചയിൽ പങ്കുവച്ചത്.